ഇന്നാണ് അവസാന തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള പി വി അൻവർ പിൻവലിക്കുന്നുണ്ടോ? അല്ലേ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പം പിൻവലിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ, കോമ്പിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ഒരു ഘട്ടമുണ്ടാക്കിയത് സതീശനാണ്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി ആരും എന്താ പറയുക എന്നെ മത്സരത്തിന് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഞാൻ UDFൻ്റെ കൊലായിലെ ആ സ്റ്റെപ്പിലിരിക്കുകയാണ്. അവിടെ വന്ന് എനിക്കൊരു ചവിട്ടും നിന്ന് വാതിലടച്ചു ശ്രീ VD സതീശൻ. അങ്ങനെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരേണ്ടി വന്നത്. അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടും പറഞ്ഞതാണ്, ഈ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ പ്രചാരണത്തിലാണിപ്പോൾ. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും പ്രചാരണത്തിലാണ്. ഈ പ്രചരണം നടക്കുന്നത് മുഴുവൻ എന്താ പറയുക ആധുനിക സംവിധാനങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ആളുകൾ ആ മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ടും ലീഡർഷിപ്പുമായിട്ടും പ്രാദേശിക നേതാക്കളുമായിട്ടും യുവാക്കളുമായിട്ടും കർഷക സംഘടനകളുമായിട്ടും സാമുദായിക പ്രവർത്തകരുമായിട്ടും എല്ലാം എൻ്റെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് PV അൻവറിന് അത്ര വലിയ പരസ്യ പ്രചാരണത്തിൻ്റെ ആവശ്യം ഈ ഒരു ഘട്ടത്തിലില്ല. അത് ഒരു 1-2 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ ശക്തമായ പരസ്യ പ്രചരണത്തിലേക്ക് വരും. LDF UDF പറഞ്ഞത് അവർ തമ്മിലാണ് മത്സരം, PV അൻവർ ഇല്ലാണ്. നിങ്ങളുടെ കണക്കൂട്ടലിൽ എങ്ങനെ ആര് തമ്മിലാണ്? ജനങ്ങളും ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിലാണ് മത്സരം. 2 പേര് പിണറായിയുടെ വക്താക്കൾ, ഒന്ന് തെളിഞ്ഞ വക്താവ്, ഒന്ന് ഒളിഞ്ഞ വക്താവ്. ഈ പിണറായിസം ഈ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിണറായിസം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചവനാണ് ഞാൻ. എന്തിനാണ് ഞാൻ ഈ നിയമസഭാ സാമാജികത്വം രാജിവെച്ചതെന്ന് പറഞ്ഞവനാണ്. ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയും അനവധിയായ കേസുകളിൽ ഉൾപ്പെടുത്തുകയും പാസ്പോർട്ട് പോലും എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം വഴിയടച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളുള്ള ഒരു ജില്ലയാക്കി ജില്ലയെ മാറ്റിയത് സുജിത് ദാസാണ്. ആ ചോദ്യമാണ് പാർലമെൻറ്റിൽ വന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു 12,000 11,000 കേസുണ്ടായിരുന്നത് വർദ്ധിപ്പിച്ച് 10,000 ഉയർത്തി 3 വർഷം കൊണ്ട് 1,00,000 ചില്ലാനത്തോളം കേസുണ്ടാക്കി. ആ കേസുകൾ മുഴുവൻ അവസാനം പാർലമെൻറ്റിൽ BJPയുടെ ഒരു MPയുടെ ഒരു ചോദ്യം വരികയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ല ഏതാണെന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാർലമെൻറ്റിൽ വന്നത് മലപ്പുറം ജില്ലയാണ്. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രമാത്രം ക്രിമിനലുകൾ? 75% അവിടെ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. ഇതാണ് പാർലമെൻറ്റിൽ വന്ന ചോദ്യം. ഈ ചോദ്യം ഇന്ത്യ മുഴുവൻ അവർ പ്രചരിപ്പിക്കുകയാണ് RSS. അതിന് വഴിയൊരുക്കി കൊടുക്കാനാണ് സുജിത് ദാസിനെ 3.5 കൊല്ലം ആ കസേരയിൽ ഇരുത്തിയത്. അതിനെ ചോദ്യം ചെയ്തത് PV അൻവറാണ്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ എന്നെ വർഗീയവാദിയാക്കാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കേരളത്തിലെ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ മനുഷ്യൻ അറ്റാക്ക് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്, വന്യമൃഗശല്യം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ കുടിയേറ്റ മലയോര കർഷകർക്ക് വേണ്ടിയാണ്. കുടിയേറ്റ മലയോര കർഷകർ എന്ന് പറയുന്നത് 70% ക്രൈസ്തവ സമുദായമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയിട്ടാണോ? മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ വിഷയം ഉണ്ടായതിനെ എതിർത്തതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ഈ വന്യമൃഗ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിട്ടില്ലേ? ഞാനൊരു വർഗീയവാദിയാണ്, അതിനൊരു തർക്കമില്ല. ആ വർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരാണ്. ഈ എല്ലാ ജാതി മത മനുഷ്യരും ഒരുമിച്ച് ചേരുന്ന ആ മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ട് വാദിച്ചു കൊണ്ടേയിരിക്കുന്ന ഔട്ട്സ്പോക്കണായ ഒരു വർഗീയവാദി തന്നെയാണ് ഞാൻ. ആ വർഗീയവാദം ജനങ്ങളുടെ വർഗത്തിന് വേണ്ടിയിട്ടുള്ള വാദം തുടരും. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്. കേസ് പബ്ലിക്കായിട്ട് പറഞ്ഞോ? ഞാൻ കേട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നതും പ്രവർത്തിച്ചതും ഒക്കെ അറിയാം. നമുക്ക് വേറെ ഇൻ്റർവ്യൂ ആയിട്ട് തന്നെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇതൊന്നുമല്ല, അദ്ദേഹത്തിന് അറിയാം. കണ്ണൂരിലെ എന്താ പറയുക, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അതറിയാം. അദ്ദേഹം അത് തെളിഞ്ഞ് പറയാൻ ജോയ് മിനിയാന്ന് വീണ്ടും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറയുന്നു. ഞാനിതൊന്നും കേട്ടില്ല, ഞാൻ ഈ വാർത്തകൾ കേൾക്കാറില്ല. എന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ 9 മണി വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ. ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, VD സതീശനെ UDFൻ്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ പിണറായിയെ കയറ്റാൻ ഞാനില്ല. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം, മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും
26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. അതിനൊരു ധാരണയുണ്ട്, സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ആ തീരുമാനം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട UDFൻ്റെ എല്ലാ ലീഡർഷിപ്പും വേണം. PJ ജോസഫ് സാറ് വേണം, ഷിബു ബേബി ജോൺ വേണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പറയുന്ന VD സതീശനെ മാറ്റാമെന്ന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും എനിക്ക് നൽകണം, അത് ഉറപ്പ് തരണം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് തന്നെ എൻ്റെ സ്റ്റാൻഡ്. ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥിയാണോ മത്സരം? തീർച്ചയായിട്ടും. ഈ ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവരുടെ നേതൃത്വം ആര്? ഞാൻ പറഞ്ഞു ആം ആദ്മി പാർട്ടി അവരുടെ പ്രവർത്തകരുടെ കൊടി ഉണ്ടായിരുന്നു. അല്ല, കൊടി ഇപ്പോഴും ഇനിയും ഉണ്ടാവും. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളും ഈ പറയുന്ന ഒളിഞ്ഞയും തെളിഞ്ഞ പിണറായിയുടെ രണ്ട് നേതാക്കന്മാരും തമ്മിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന, പിണറായിസം അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സകലമാന ആളുകളുണ്ടാവും. അതിൽ കൊടിയുള്ളവരുണ്ടാവും, കൊടിയില്ലാത്തവരുണ്ടാവും, നിങ്ങൾ കാണാത്തവരുണ്ടാവും, പ്രത്യക്ഷത്തിലുണ്ടാവും, ഒളിഞ്ഞുണ്ടാവും, തെളിഞ്ഞുണ്ടാവും. ഇതൊക്കെ അവിടെ സംഭവിക്കും. ഔദ്യോഗിക പിന്തുണയില്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തകരുടെ സപ്പോർട്ട് ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടല്ലേ ഇത്, ജനവുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ലേ. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് കണ്ണീർ വാർക്കുന്ന ഈ ആളുകൾ എവിടെയായിരുന്നു ഈ പോലീസ് ഈ തോന്നിവാസം നടത്തിയപ്പോൾ? ഈ പറയുന്ന എയർപോർട്ടിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കോടികൾ അടിച്ചു മാറ്റിയപ്പോൾ? ഇതെല്ലാം അടിച്ചു മാറ്റി എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം എന്താ പറയുക നേടിയതിന് ശേഷം പിണറായി ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് എന്താ കൊടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 150 കോടി 130 കിലോ സ്വർണം ഈ എയർപോർട്ടിലാണ് വരുന്നത്. ക്രിമിനലുകളാണ്. ഈ എയർപോർട്ടിൽ ആരൊക്കെ വരും? ഏതൊക്കെ സംസ്ഥാനത്തിലെ ആളുകൾ വരും? ഇന്ത്യയിലെ പലരും വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർപോർട്ടിലെ കേസ് ആ എയർപോർട്ടിൻ്റെ പരിധിയിലല്ല വരിക. ആ പാസ്പോർട്ടിൻ്റെ 150 കേസിലെ പാസ്പോർട്ടിൻ്റെ അഡ്രസ്സല്ലേ എടുക്കേണ്ടത്? ഈ ജില്ലയിൽ നിന്ന് എത്ര പേരുണ്ടെന്ന്? 25 പേരുണ്ടാവില്ല. മറ്റ് പല ജില്ലകളിൽ നിന്നും ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ പോകാൻ ഉള്ള ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. കള്ളക്കടത്തുകാർ, ചെന്നൈയിലേക്ക് പോകുന്ന കള്ളക്കടത്തുകാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 150 ആളുകളുടെ പാസ്പോർട്ട് പരിശോധിച്ചിട്ട് അതിലെത്ര പേര്, 25 പേരാണ് മലപ്പുറത്തുകാരുണ്ടെങ്കിൽ ആ മലപ്പുറത്തുകാരെ കുറിച്ച് പറയാം. ഒരു എയർപോർട്ടിൽ ആരൊക്കെ വന്നിറങ്ങും? ഈ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതിൻ്റെ പേരിൽ ഈ മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളും കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരും രാജ്യവിരുദ്ധരുമാണ് എന്ന് ആർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ആ പത്രം ഉയർത്തിപ്പിടിച്ചവൻ PV അൻവർ, ഹിന്ദു പത്രം. മിണ്ടാണ്ടിരിക്കുകയായിരുന്നു ഇവരൊക്കെ. ഇപ്പം അത് ഏറ്റെടുത്തിട്ട് പിണറായിസം പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ ആളുകളുടെ കണ്ണീരും പറഞ്ഞിട്ട് ഒരു കുട്ടികൾക്ക് ഇവിടെ സീറ്റില്ല. ഇവിടെ +2 ആണ്. ഇവിടെ യൂത്ത് ലീഗ് സമരം ചെയ്യും, MSF സമരം ചെയ്യും എല്ലാ വർഷവും. അപ്പോൾ കുറേ കുട്ടികൾക്ക് അഡീഷണൽ സീറ്റ് കൊടുക്കും. 100ഉം 120ഉം കുട്ടികളാണ് ഇവിടെ +2 ഇരിക്കുന്നത്. മൈക്ക് വെച്ചിട്ട് അധ്യാപകൻ സംസാരിക്കേണ്ട ഗതികേട്. അപ്പോൾ തിരുവനന്തപുരത്തോ 15 കുട്ടികൾ, 20 കുട്ടികൾ, ഒരു 10 ബാച്ച് 10 100 ബാച്ച് ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഒരിക്കലും പിണറായി മാറ്റൂല. അത് തന്നെയാണ് നിലപാട്. അങ്ങനെ എന്തെല്ലാം ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ട്, വല്ല കാര്യമുണ്ടോ? ഇപ്പോഴും നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുന്ന അങ്ങോട്ടാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, തിരൂർ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുന്ന അങ്ങോട്ടാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, പെരിന്തൽമണ്ണയിൽ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുന്ന അങ്ങോട്ടാ ഈ കോഴിക്കോട്. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം പോലും ഉണ്ടാക്കിയില്ല. നിങ്ങൾക്കറിയോ? 60 ലക്ഷം ജനങ്ങളുണ്ട് ഇവിടെ. ഈ 60 ലക്ഷം ആളുകൾക്കുള്ളത് ഈ പറയുന്ന ഒരൊറ്റ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ പോലും സൗകര്യം ഉണ്ടാക്കിയില്ല. ഇവരൊക്കെ തന്നെയല്ലേ ഭരിച്ചിരുന്നത്? എന്തേ മലപ്പുറം ജില്ലയോട് ആ സ്നേഹമുണ്ടാകുന്ന? ഈ 60 ലക്ഷം ആളുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു കലക്ടറാണുള്ളത്. തൊട്ടടുത്ത വയനാട്ടിൽ 12 ലക്ഷം ജനങ്ങളാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ 12 ലക്ഷം ആളുകളാണ് ഈ കലക്ടറാണ് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത്. ഒരപേക്ഷ കലക്ടറേറ്റിൽ കൊടുത്താൽ 6 മാസം കഴിയണം കിട്ടണമെങ്കിൽ, വയനാട്ടിൽ കൊടുത്താൽ 2 ആഴ്ച കൊണ്ട് കിട്ടും. എന്താ കാരണം? 60 ലക്ഷത്തെ നിയന്ത്രിക്കുന്നത് ഒരു കലക്ടറാണ്. ആശുപത്രിയുടെ കാര്യം അങ്ങനെയാണ്, പോലീസ് സ്റ്റേഷൻ്റെ കാര്യം അങ്ങനെയാണ്, റവന്യൂ. ഒരു നീതിയും ലഭിക്കാത്ത ജില്ലയല്ലേ മലപ്പുറം ജില്ലയിലെ ഈ 60 ലക്ഷം ജനങ്ങളെ? കോവിഡ് കാലത്ത് മരുന്ന് കിട്ടിയില്ല. ഇവിടെ ഇഞ്ചക്ഷൻ ആളുകൾക്ക് കൊടുക്കാൻ ജില്ലാടിസ്ഥാനത്തിലാണ് മരുന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 60 ലക്ഷം ആളുകൾക്കുള്ള മരുന്നും വയനാടിനെ പോലെ 12 ലക്ഷം ആളുകളുള്ള ആളുകൾക്ക് ഒരേ ക്വാണ്ടിറ്റി മരുന്ന് കൊടുത്താൽ എങ്ങനെയാണ് മരുന്ന് കിട്ടുക? അങ്ങനെ എല്ലാ നിലക്കും ഈ ജില്ല കഷ്ടപ്പെടുക ഇവിടുത്തെ ജനബാഹുല്യം കൊണ്ട്. ഈ ജില്ല എന്നോ വിഭജിക്കണം. ഈ മനുഷ്യർക്ക് നീതി കിട്ടണം. ഇത് വലിയ വിഷയമാണ്, മാനുഷിക പ്രശ്നമാണ്. എന്താ ജില്ല വിഭജിക്കാൻ തയ്യാറുണ്ടോ?
UDF നേതൃത്വം, LDF നേതൃത്വം തയ്യാറുണ്ടോ? പറയേണ്ടേ ഉത്തരവാദിത്തപ്പെട്ടവർ? ഈ ജില്ലയുടെ വിഭജനം നടക്കണം. കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ വിഭജിച്ചിരുന്ന 3 ജില്ല മിനിമം ആക്കണം. തിരുവമ്പാടി അടക്കമുള്ള ഈ മലയോര മേഖലയിൽ തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ, പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി ഈ മലയോര മേഖലയ്ക്ക് ഞങ്ങൾക്കൊരു ജില്ല വേണം. തിരുവമ്പാടിയെ ഇങ്ങോട്ട് ചേർക്കണം. അത് മലയോര മേഖലയാണ്. ആ ഒരു സമരം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൂട്ടി ആരംഭിക്കാൻ പോവുക. ഇവിടെ കഷ്ടപ്പെടുക ജനങ്ങൾ. ഇവരൊന്ന് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്ക് PV അൻവർ പറയുന്നു ഈ ജില്ലയെ വിഭജിക്കണം. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടക്കമുള്ള ജില്ല, ഈ മലയോര മേഖലയ്ക്ക് ഒരു മലയോര ജില്ല വേണം. കിഴക്കൻ ഏറനാടിനൊരു ജില്ല വേണം. സമരം തുടങ്ങുമ്പോൾ പോവുക, ഞങ്ങൾ ചർച്ച നടക്കുക. ഫീൽഡിലും ആളുകൾ പറയുന്നുണ്ട്. ഇവരൊന്ന് പറയട്ടെ, ഈ നേതാക്കന്മാരൊന്ന് പറയട്ടെ, ജില്ലയോട് അത്ര സ്നേഹമുണ്ടെങ്കിൽ. വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ ഈ ജില്ലയിൽ? എത്ര കോളേജാണ് ഉള്ളത്? ഈ പറയുന്ന തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഈ പറയുന്ന എറണാകുളത്തൊക്കെ നിങ്ങളിപ്പോൾ ഒന്ന് പോയി നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ? അപ്പോൾ ഈ ജില്ല വിഭജിക്കണം, ഒരു മലയോര ജില്ല ഞങ്ങൾക്ക് വേണം. ആ മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ മലയോര ജനതയുടെ മുന്നിൽ ഞങ്ങൾ ഉയർത്താൻ ഇന്നലെ ചേർന്ന കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. ഇവരുടെയൊക്കെ സ്നേഹം നമുക്കൊന്ന് അറിയാലോ. കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമായിട്ടും മലപ്പുറം വാദമാണ് ഉന്നയിക്കുന്നത്. LDF മലപ്പുറത്തെ അവഹേളിച്ചു, മുഖ്യമന്ത്രി അവഹേളിച്ചു എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പായിട്ടാണ് അവരിത് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണല്ലോ ഈ പറയുന്നത്. ഇതിനു മുമ്പ് ഇവരൊക്കെ എവിടെയായിരുന്നു ഇവർ? ഞാൻ ഏറ്റെടുത്ത പിണറായി സമി അജിത് കുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഉന്നത സ്ഥാനങ്ങൾ വീണ്ടും നൽകുന്നു. പ്രസിഡന്റ് അവാർഡിനെ റെക്കമെൻഡ് ചെയ്യുന്നു. DGPയുടെ ലിസ്റ്റിൽ 6 ആളുള്ളത് 3 ആൾ ഫൈനൽ ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ അജിത് കുമാറിൻ്റെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള സത്യസന്ധരായ പോലീസ് ഓഫീസർമാരുടെ പേരിൽ ഇവിടുന്ന് കള്ളപ്പരാതി അയക്കുന്നു. എന്താ UDF, എന്താ ഈ പറയുന്ന VD സതീശൻ മിണ്ടാത്തത്? ഇവരെ തിരിച്ചെടുത്തപ്പോൾ സമരം നടത്തണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. മിണ്ടിയോ അദ്ദേഹം? VD സതീശന് മിണ്ടാൻ കഴിയില്ല പിണറായിക്കെതിരെ. അദ്ദേഹത്തിൻ്റെ പുനർജനി കേസ് അന്വേഷണത്തിൻ്റെ വക്കീൽ മുഖ്യമന്ത്രിയുടെ ടേബിളിൻ്റെ മുകളിലാണ്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ CPM ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് ഫൈറ്റ് ചെയ്താൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ തോൽക്കാൻ പോവുക, ഒരു സംശയമില്ല. അത്ര എതിരല്ലേ ജനങ്ങളവിടെ? അപ്പോൾ പിണറായിയുടെ ഈ വാളിന് മുമ്പിൽ ഈ നിലപാടല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിലൊരു മുക്കാ പിണറായിയെ കയറ്റിയിരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാനാണ് നടക്കുന്നത്. അതിന് PV അൻവർ ഇല്ല എന്നാണ് പറഞ്ഞത്. അതില്ലാത്ത UDFൽ PV അൻവർ ഉണ്ടാകും, ഒരു തർക്കമില്ല. അതാണ് വസ്തുത. അല്ല, അപ്പോൾ റോട്ടിൽ കൂടെ പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ. വനം വകുപ്പും ആഭ്യന്തരവും ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ട 2 വകുപ്പാണ്. ഒന്ന് പോലീസിലെ RSS വൽക്കരണം, 2 ഈ IFS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ കേന്ദ്ര ലോബിയുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യരെ, മലയോര മേഖലയിലെ മനുഷ്യരെ കുടിയിറക്കാൻ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി ഈ മലയോര മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, തീറ്റല്ല, പ്രൊട്ടക്ഷൻ വാളില്ല. പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ. ആനയും കടുവയും കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. നിർബന്ധിത അവസ്ഥയിൽ ജനങ്ങൾ ഇറങ്ങിപ്പോകണം. ഇപ്പം എന്താ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, 5-6 വർഷമായി ഞാൻ പറയാണ്. എന്താ പദ്ധതി? ഈ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിറ്റ് ഇറങ്ങിപ്പോകാൻ ആരും വാങ്ങാൻ കിട്ടില്ല. സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു 15 ലക്ഷം രൂപ. 10 സെൻറ്റും ഒരു വീടുമാണെങ്കിൽ 15 ലക്ഷം. 10 സെൻറ്റും ഒരു വീടും 15 ഏക്കറയാണെങ്കിൽ 10 ഏക്കറയാണെങ്കിൽ 15 ലക്ഷം. 160ഓളം ആളുകൾ 2 ഏക്കറയും 4 ഏക്കറയും ഈ പറയുന്ന 1500-2000 സ്ക്വയർ ഫീറ്റുള്ള വീട് വിട്ടിറങ്ങിപ്പോന്നു. ഞാൻ അവരോട് പോയി കാല് പിടിച്ചു. നിലമ്പൂരിലെ കർഷകരോട് നിങ്ങൾ വിട്ടിറങ്ങരുത്, അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇറങ്ങിയാൽ ആ ഏരിയ ഫോറസ്റ്റായി. അടുത്ത അങ്ങാടിയിലേക്ക് ഇങ്ങനെ ഈ ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തും ഈ ഫോറസ്റ്റ്. അതിനെ തടയിടണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം. ഈ പോലീസിൽ RSS വൽക്കരണം നടത്തണമെങ്കിൽ, വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം. അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ഇതാ ഞാൻ പറഞ്ഞത്. അവിടെ തീർന്നു. ഓക്കെ.